പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച സമഗ്ര കവറേജിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. മികച്ച റിപ്പോർട്ടർമാർക്കുള്ള പുരസ്കാരം ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്റർ VS അനുവിനും സീനിയർ സബ് എഡിറ്റർ അഞ്ജന രഞ്ജിത്തിനും ലഭിച്ചു. മികച്ച റിപ്പോർട്ടർ VS അനു ന്യൂസ് മലയാളം. മികച്ച റിപ്പോർട്ടർ പ്രത്യേക ജൂറി പരാമർശം ശ്രീമതി അഞ്ജന അജിത് ന്യൂസ് മലയാളം. മികച്ച സമഗ്ര കവറേജ് പ്രത്യേക ജൂറി പരാമർശം ന്യൂസ് മലയാളം. ലെവിൻ കെ വിജയൻ തൃശ്ശൂരിൽ നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ഏറെ സന്തോഷം നൽകുന്ന ഒരു വിശേഷം, വർത്തമാനം, വാർത്ത. സമഗ്ര കവറേജ് എത്രത്തോളം മനോഹരമായി ന്യൂസ് മലയാളം കലോത്സവം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്നതിനെ സർക്കാരും ജൂറിയും അംഗീകരിക്കുന്നു. പിന്നെ എല്ലാവർക്കും നമുക്ക് ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകർക്കും വളരെയധികം സന്തോഷം നൽകുന്ന വാർത്ത. ന്യൂസ് മലയാളത്തിൻ്റെ ആദ്യ കലോത്സവത്തിൽ തന്നെ സമഗ്ര കവറേജിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരത്തിനൊപ്പം നമ്മുടെ 2 സഹപ്രവർത്തകർ ഏറ്റവും മികച്ച റിപ്പോർട്ടർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു കലോത്സവം കൂടിയാണ് കടന്നുപോയത്. 63ാമത് കലോത്സവത്തിൻ്റെയുമായി ബന്ധപ്പെട്ട അവാർഡ് പ്രഖ്യാപനത്തിൽ അല്പസമയങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത്. 64ാമത് സ്കൂൾ കലോത്സവം തൃശ്ശൂരിൽ ജനുവരിയിൽ നടക്കാനിരിക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അറിയിക്കുന്നതിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് മന്ത്രി തന്നെ അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചുകൊണ്ട് ആദ്യ കലോത്സവമായിരുന്നു. വിപുലമായൊരു ടീം നമ്മുടെ തിരുവനന്തപുരത്ത് നടന്ന കലോത്സവത്തിൽ എത്തി അതിലെ മുഴുവൻ സമയവും പങ്കെടുക്കുകയും വാർത്തകൾക്കൊപ്പം തന്നെ അതിൻ്റെ സകല വിശേഷങ്ങളും സമഗ്രമായി തന്നെ പ്രേക്ഷകരിലേക്കും മലയാള മനസ്സിലേക്കും എത്തിക്കുകയും ചെയ്തു. അതിനുള്ള അംഗീകാരം എന്നുള്ള നിലയിലാണ് നമ്മുടെ ഡെപ്യൂട്ടി ന്യൂസ് എഡിറ്ററായിട്ടുള്ള തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ കൂടിയായിട്ടുള്ള VS അനുവിനും നമ്മുടെ ഡെസ്കിലെ ഇപ്പോൾ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന നമ്മുടെ സജീവമായ ഡെസ്കിൻ്റെ പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാളായിട്ടുള്ള അഞ്ജന അജിത്തിനും ഇപ്പോൾ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഡയറക്ടർ കൂടിയായിട്ടുള്ള മഹേഷ് ചന്ദ്രൻ്റെയും ലിജോ വർഗീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വിപുലമായ ടീം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായി കിട്ടിയ ഒരു അംഗീകാരം. ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചുകൊണ്ട് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങളിലൊന്നാണ്. നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷം പിന്നിടുന്നതേ ഉള്ളൂ. അതിനുള്ളിൽ ഇത്രയും വലിയൊരു അവാർഡ് അതെല്ലാവർക്കും ന്യൂസ് മലയാളത്തെ സംബന്ധിച്ചുകൊണ്ട് ഓരോരുത്തർക്കും വലിയ സന്തോഷം നൽകുന്നതാണ്. നമ്മുടെ പ്രേക്ഷകർക്കും വലിയ നന്ദി ഈ കാര്യത്തിൽ പറയാനുണ്ട്. അവരുടെ പിന്തുണ കൂടിയാണ് നമുക്ക് ഈ നേട്ടങ്ങളിലേക്ക് ഇത്രയും വേഗത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് പ്രത്യേകം എടുത്തു പറയേണ്ടത്. ഏതായാലും അവാർഡ് ജേതാക്കളായിട്ടുള്ള സഹപ്രവർത്തകർക്കും നമ്മുടെ മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ തൃശ്ശൂർ ബ്യൂറോയുടെ ഭാഗത്തു നിന്നും അറിയിക്കുന്നു.